സാധാരണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്ഭവന്റെ മുറ്റത്താണ് നടക്കാറുള്ളത്. അത് അന്നാദ്യമായിട്ട് പൊതുസ്ഥലത്തേക്ക് മാറ്റി. അധികാരമേൽക്കുന്നത് സാക്ഷാൽ VS-ഉം. അതാകുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ പങ്കാളിത്തം പെരുകുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണം. വർഷം 2006 മന്ത്രിസഭ ലിസ്റ്റ് വന്നപ്പോൾ അന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച VS-ന്റെ പേര് പാർട്ടി അതിൽ നിന്നും നൈസായിട്ട് വെട്ടി. പോളിറ്റ് ബ്യൂറോയുടെ ഈ തീരുമാനത്തോട് വളരെ വലിയ രീതിയിൽ തന്നെ ക്ഷുഭിതരായ ജനങ്ങൾ കൂട്ടത്തോടുകൂടി തെരുവിലിറങ്ങി. VS മതി, അല്ലാതെ മറ്റാരും വേണ്ട എന്ന മുദ്രാവാക്യത്തിന് മുന്നിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം മാറ്റേണ്ടി വന്നു. മന്ത്രിസഭയുടെ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്ന പേര് ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തായി വന്നു. ജനബാഹുല്യത്തിൽ മാത്രമല്ല, സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം നാനാ മേഖലകളിലെ അനേകം പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് അനുഭവമായിരുന്ന ആ വേദി 82ാമത്തെ വയസ്സിൽ VS മുഖ്യമന്ത്രിയാകുമ്പോൾ അതിനും എത്രയോ മുമ്പ് ആ പദവിയിൽ അദ്ദേഹം എത്തിപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു. ആ ഓർമ്മപ്പെടുത്തൽ ചെറുതായെങ്കിലും ഇപ്പോൾ തെരുവുവീഥികളിൽ VD സതീശന് വേണ്ടിയുള്ള ആർപ്പുവിളികൾ ഉയരുമ്പോൾ VD നയിച്ചാൽ മതി എന്ന ആവേശഭരിതമായ ആ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ ചെറുതായെങ്കിലും ഓർത്തു പോവുകയാണ്. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എങ്കിൽ പോലും ചെറുതായി മുഖ്യമന്ത്രിയുടെ ആവശ്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന ആവശ്യം ഇപ്പോൾ ഉയരുമ്പോൾ VD നയിച്ചാൽ മതി എന്നാണ് പലരും പറയുന്നത്. ഇനി പാർട്ടിക്കകത്ത് നിന്ന് മാത്രമല്ല, പാർട്ടിക്ക് പുറത്തു നിന്ന് ഇനി ഈ പറയുന്ന VD സതീശനെ അനുകൂലിക്കുന്നവരല്ലാതെ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിച്ചാലും അവരും പറയും VD സതീശൻ നയിക്കട്ടെ. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് വലിയ ബാഹുല്യത്തോടു കൂടി അല്ലായിരുന്നല്ലോ എന്നുള്ളതാണ്. എന്നാൽ ചിലർ പറയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ അത്ര നല്ല രീതിയിൽ ശബ്ദമുയർത്തുവാനോ നല്ല രീതിയിൽ പ്രവർത്തിക്കാനോ സാധിച്ചിരുന്നില്ല എന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയാൻ കഴിയില്ല എന്ന് ചിലർ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണം, അദ്ദേഹത്തിന്റെ വിഷൻ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ ആയി വന്നിരുന്നു. അത് കേട്ടാൽ അറിയാം അദ്ദേഹത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകട്ടെ എന്ന്. നോക്കുകൂലിയുടെ ആവശ്യം തൽക്കാലം കേരളത്തിൽ ഇല്ല എന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തെരുവിലേക്ക് പടരുകയാണ്. AICC നിരീക്ഷകർ തിരുവനന്തപുരത്ത് നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനിടയിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുയായികൾ പ്രകടനവുമായി രംഗത്തിറങ്ങുകയാണ്. കൊച്ചി നെട്ടൂരിൽ സതീശന് അനുകൂലമായി ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി പ്രവർത്തകർ പ്രകടനം നടത്തി. പടനയിച്ചവൻ നാട് ഭരിക്കട്ടെ, നെട്ടൂരിന്റെ അഭിമാനം, VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലക്സുമായിട്ടായിരുന്നു പ്രകടനം. മുഖ്യമന്ത്രി സ്ഥാനം സതീശന് തന്നെ നൽകണമെന്ന ഉറച്ച നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. ജനങ്ങളെ വഞ്ചിക്കരുത് എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. നോക്കുകൂലി കേരളത്തിൽ വേണ്ട, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന ഫ്ലക്സുകളുമായി കോഴിക്കോട്ടും പ്രകടനം ശക്തമായിരുന്നു. കണ്ണൂർ ഇരിട്ടിയിലും പ്രവർത്തകർ തെരുവിലിറങ്ങി. കണ്ണൂർ പഴയങ്ങാടി, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, കടവല്ലൂർ, ആലുവ എന്നിടങ്ങളിലും സതീശൻ അനുകൂല പ്രകടനങ്ങൾക്ക് ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിയ VD സതീശന് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ വമ്പിച്ച സ്വീകരണമാണ് നൽകിയത്. ഇതിനു പുറമെ സതീശന്റെ മണ്ഡലമായ പറവൂരിൽ വലിയ റോഡ് ഷോയും നടന്നിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ AICC നിരീക്ഷകരെ കാണാൻ മുതിർന്ന നേതാക്കളുടെ വൻ നിരയാണ് എത്തിയത്. VD സതീശൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, VM സുധീരൻ, PJ കുര്യൻ തുടങ്ങിയവർ നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. MLA-മാരുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്നത് എന്നാണ്, അവരാണ് പാർട്ടിയുടെ അസ്തിത്വമെന്നും K സുധാകരൻ പ്രതികരിച്ചു. പാർട്ടിയിൽ സതീശൻ മാത്രമല്ല, പ്രാപ്തരായ ഒരുപാട് നേതാക്കളുണ്ടെന്ന് പറഞ്ഞ സുധാകരൻ, "There is not only one VD, there is lot of VDs" എന്നാണ് സുധാകരൻ പറഞ്ഞത്.
പ്രത്യേക പേരിന് പകരം ഒരു നിശ്ചിത ഫോർമുലയാണ് നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചതെന്ന് വ്യക്തമാക്കി. എന്നാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ നിരീക്ഷകർക്ക് കത്ത് നൽകിയതായും വിവരമുണ്ട്. ഇതിനിടെ KPCC ഓഫീസിന് മുന്നിൽ വേണുഗോപാലിനായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ചർച്ചകൾക്ക് ചൂടേറി. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മുന്നണിക്കുള്ളിലെ ഭിന്നതകളും മറനീക്കി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടലിനെതിരെ മാത്യു കുഴൽനാടൻ MLA പരസ്യമായി രംഗത്തെത്തി. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും തിരിച്ച് അതേ നിലപാടാണ് ലീഗ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരസ്പര ധാരണയോടെ വേണം മുന്നോട്ടു പോകാനെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും CMP അംഗീകരിക്കുമെന്ന് CP ജോൺ വ്യക്തമാക്കി. UDF ഘടകകക്ഷി നേതാക്കളുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തന്റെ അഭിപ്രായം പാർട്ടി വേദിക്കുള്ളിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. വരും മണിക്കൂറുകളിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുമ്പ് ജനങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങി പോളിറ്റ് ബ്യൂറോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VS-നെ കൊണ്ടുവന്നു. അതുപോലെ ഇവിടത്തെ ഈ പ്രവർത്തകരുടെ ആവശ്യത്തിന് വഴങ്ങി AICCയുടെ തീരുമാനത്തിൽ ചലനമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. അങ്ങനെ പ്രത്യക്ഷ ചലനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പൊതുവിലയിരുത്തൽ. എന്തായാലും പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറുകയാണ്. നേതാവേ